ഏരീസ് കലാനിലയത്തിന്റെ അതിവിശാലമായ സ്റ്റേജ് നിർമ്മാണം ആരംഭിച്ചു. കാൽനാട്ട് കർമ്മം ഞായറാഴ്ച രാവിലെ തിരുവഞ്ചിക്കുളം ക്ഷേത്ര ഗ്രൗണ്ടിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത നിർവഹിച്ചു. 150-ൽ പരം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരുമാണ് വേദിയിലും അണിയറയിലും പ്രവർത്തിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ കലാനിലയത്തിന്റെ അരങ്ങ് ഉണരുകയാണ്. പുതിയ കാലത്തിനനുസരിച്ചുള്ള ദൃശ്യവിസ്മയം ഒരുക്കാൻ മൾട്ടിനാഷണൽ കമ്പനിയായ ഏരിസ് ഗ്രൂപ്പുമായി കൈകോർത്ത കലാനിലയം ഇനി ഏരിസ് കലാനിലയം ആർട്സ് ആൻഡ് തിയേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെടുക. 150-ൽ പരം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരുമാണ് വേദിയിലും അണിയറയിലും പ്രവർത്തിക്കുന്നത്. കലാനിലയത്തിന്റെ അതിവിശാലമായ സ്റ്റേജിന്റെയും ഓഡിറ്റോറിയത്തിന്റെയും നിർമ്മാണ തുടക്കം കുറിക്കുന്ന പ്രധാന ചടങ്ങായ കാൽനാട്ടുകർമ്മം ഞായറാഴ്ച രാവിലെ 7:50-ന് തിരുവഞ്ചിക്കുളം ക്ഷേത്ര ഗ്രൗണ്ടിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത നിർവഹിച്ചു. നാടക അവതരണത്തോടൊപ്പം ലോകോത്തര നിലവാരത്തിലുള്ള അതിവിശാലമായ സാധ്യത തുറന്നിടുന്നതിന്റെയും കൂടി തുടക്കമാണ് ഇവിടെയെന്നും ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ഫൗണ്ടേഷൻ സർ സോഹൻ റോയ് പറഞ്ഞു. തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ മേലാപ്പാട്ട്, കൊടുങ്ങല്ലൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ടി.എസ്. സജീവ്, വാർഡ് മെമ്പർ സുനിൽ കുമാർ എന്നിവർ ഭദ്രദീപം കൊളുത്തി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.